മൂന്നാമത്തെ കാര്യം ഓർമ്മ പുതുക്കൽ എന്നുള്ളതാണ്. ഓർമ്മ പുതുക്കുവാനായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ പലതും നമ്മൾ പഠിച്ചു വയ്ക്കാറുണ്ട്. ഫോർമുലാസ് പഠിക്കാറുണ്ട്, ഈ സൂത്രവാക്യങ്ങൾ, പലവിധമായിട്ടുള്ള ഉദ്ധരണികൾ, ഇതൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ചില വർഷങ്ങൾ, നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ, ഹിസ്റ്ററി പഠിക്കുമ്പോൾ ചില വർഷങ്ങൾ, ചില ആൾക്കാരുടെ പേരുകൾ, ഇതൊന്നും ചിലപ്പോൾ നമുക്കങ്ങോട്ട് ആ കൂടെ കൺഫ്യൂസ്ഡ് ആകും, ഓർമ്മയിൽ നിൽക്കാറില്ല. അപ്പോൾ അതിനുവേണ്ടി സാധാരണഗതിയിൽ ചെയ്യാറുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഒരു ചെറിയ പേപ്പർ കഷ്ണം അല്ലെങ്കിൽ ഒരു കാർഡ് എടുത്ത ശേഷം നമുക്ക് ഓർമ്മയിൽ നിൽക്കാത്ത ഫോർമുലകൾ, അതല്ലെങ്കിൽ ആ സൂത്രവാക്യങ്ങൾ, ആ വർഷം, ചില പേരുകൾ, അതുപോലെ ചില യുദ്ധങ്ങൾ നടന്ന വർഷം, അത് നമുക്ക് എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇടവേള സമയങ്ങളിൽ, നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ, വാഹനത്തിലാണ് എങ്കിലൊക്കെ അതിന് സൗകര്യപ്രദമാർന്ന സമയങ്ങൾ കണ്ടെത്തുകയും ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് വായിച്ചു നോക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഓർമ്മയിൽ പിന്നെയും പിന്നെയും അത് ആവർത്തിച്ച് കൊണ്ടുവരുവാൻ തൊക്കൊണ്ടും ഇടയാകും. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്കൊരു എല്ലാ കുഞ്ഞുങ്ങളുടെ കൈകളിലും ഫോണുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഞാനൊരിക്കൽ ഒരു എക്സാം എഴുതാനായിട്ട് കടന്നു വന്ന സമയത്ത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എക്സാം സെൻറ്ററിലേക്ക് എത്തുവാനായിട്ട് ഏകദേശം 1 മണിക്കൂറിലധികം യാത്രയുണ്ട്. ഞാനന്ന് ബൈക്ക് യാത്ര മാറ്റിയിട്ട് മനഃപൂർവ്വമായി കാർ എടുത്തു. കാരണം അന്നത്തെ പരീക്ഷയ്ക്കുള്ള വിഷയങ്ങൾ ചിലത് എനിക്ക് ആ കൂടെ കൺഫ്യൂഷനായിരുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ തലേ രാത്രിയിൽ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഈ യാത്രയിൽ, സാധാരണ വാഹന യാത്രയിൽ പോകുമ്പോൾ ഏതെങ്കിലും ആത്മീയമായിട്ടുള്ള സന്ദേശങ്ങളോ ആത്മീയ ഗീതങ്ങളോ ഒക്കെ കേട്ടുകൊണ്ട് പോവുക പതിവാണ്. എന്നാൽ അന്നത്തെ ദിവസം, അന്ന് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ വിഷയങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച് ഞാൻ തയ്യാറാക്കിയ നോട്ടിൽ ഞാൻ തന്നെ അത് കേട്ടുകൊണ്ട് പോകാൻ തൊക്കൊണ്ട് ഇവിടെയായി. അതിൽ ചില ക്വസ്റ്റ്യൻ അന്നത്തെ പരീക്ഷയ്ക്ക് വന്നപ്പോൾ എനിക്കത് എളുപ്പമായിട്ട് എഴുതുവാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, അതും നമുക്കെല്ലാം ഒരു കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയും. ചില സമയങ്ങൾ നമ്മൾ തയ്യാറാക്കുന്ന ടൈം ടേബിളൊക്കെ പ്രായോഗികമായി തീരണമെന്നില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ച ടൈം ടേബിളൊക്കെ വ്യത്യാസങ്ങൾ വരാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ച്. എന്നാൽ അതിന് തക്കതായി നമ്മുടെ ഈ പ്രോഗ്രാമുകളൊന്നും മുടങ്ങാതെ അത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്കത് ഫലപ്രദമായ തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവർ ചെയ്യേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യമായി പറഞ്ഞത്, കൃത്യമായ ഒരു സമയം, പഠനത്തിനു വേണ്ടി ഓരോ വിദ്യാർത്ഥികളും അവരുടെ സമയ സാഹചര്യങ്ങൾക്കനുസൃതമായ ഒരു സമയം കണ്ടെത്തി കൃത്യമായി അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഏത് ആദ്യം എന്നുള്ളതാണ്. എളുപ്പമായതാണോ ആദ്യം പഠിക്കേണ്ടത്, അതോ കഠിനമേറിയതാണോ ആദ്യം പഠിക്കേണ്ടത്? അത് ഓരോ കുഞ്ഞുങ്ങളും അവരുടേതാകുന്ന മാനസിക അവസ്ഥകൾക്കൊത്തവണ്ണം തീരുമാനിച്ച് മുൻപിലേക്ക് പോവുക. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഓർമ്മയിൽ നിൽക്കാത്തതായ കാര്യങ്ങൾ നമ്മളൊരു ചെറിയ പേപ്പർ കഷ്ണത്തിലോ കാർഡിലോ എഴുതി നമ്മുടെ കൈവശം സൂക്ഷിക്കുക. നമുക്ക് കിട്ടുന്ന ഇടവേള സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് വായിക്കുക, മനസ്സിരുത്തി അതിനെ നമുക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും.